ഇപ്പോൾ ഗസലിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ എല്ലാ രീതിയിലുള്ള ഉന്നമനത്തിന് വേണ്ടി സംഗീതമായാലും നൃത്തമായാലും അതുപോലെ സാംസ്കാരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാസത്തിൽ എന്തായാലും ഒരു 3-4 പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാറുണ്ട്. ഈ ഒരു പരിപാടി നമ്മുടെ സംഗീതത്തോട് താല്പര്യമുള്ള കുറേ പാട്ടുകാർ അവിടെ ദിവസേന വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. ഇതിൽ നല്ലോണം പാടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും നന്നായിട്ട് തങ്ങളുടെ പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാർ ഇതിലുണ്ട്. അപ്പോൾ അവരുടെ ഈ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. അപ്പോൾ നിരവധി പരിപാടികൾ ഇവിടെ വന്ന് ശ്രവിക്കുന്ന നിങ്ങൾക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ളൊരു മനസ്സ് അത് വളരെ ശക്തമായിട്ടുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു കാര്യം, നമ്മുടെ പാട്ട് പാടുന്നതിൽ തന്നെ നമ്മുടെ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഷിബുരാജ് ഉണ്ട്. ഷിബുരാജ് ഇപ്പോൾ നമ്മുടെ മഴവിൽ മനോരമയുടെ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ബമ്പർ അടിച്ച ഒരാളാണ്. അപ്പം ഇന്ന് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നന്നായിട്ട് പാടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ച ആളുകളാണ് ഗസലിലുള്ളത്. പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളും ഒരുപാട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല, നമ്മൾ കൃത്യം 6:30 ഈ പരിപാടി ആരംഭിക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ. നമ്മുടെ മലയാള സിനിമാ ഗാനശാഖയിൽ എന്നെന്നും ഓർമ്മിക്കാനാവുന്ന, ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒരു വാനമ്പാടിയുടെ ശബ്ദമുണ്ട്. നമ്മുടെ ജാനകി അമ്മ. ജാനകി അമ്മ ഭാവഭരിതങ്ങളായ ഗാനങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ കീറിമുറിച്ചു. അവർക്കുള്ള ഒരു ട്രിബ്യൂട്ടാണ് ആദ്യത്തെ ഗാനം. 1982 പുറത്തിറങ്ങിയ ഇതു ഞങ്ങളുടെ കഥ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ മാഷ് രചിച്ച് ജോൺസൺ മാഷ് സംഗീതം നൽകിയ സ്വർണമുഖിലെ ഈ ഗാനം ഓരോ മലയാളിയുടെ മനസ്സിലും തങ്ങി നിൽപ്പുണ്ടാവും. അത് ഇവിടെ പാടുന്നു ഗസലിന്റെ പ്രിയപ്പെട്ട മീനാക്ഷി.